ഹായ് ബിഗ് ബോസ് സീസൺ 7 ആദിലയുടെ ഒരു കള്ളക്കളി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആദില നൂറയോട് സംസാരിക്കുന്ന ഒരു ചെറിയ ക്ലിപ്പ്. അതിനകത്ത് ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത് ബിഗ് ബോസ് നമ്മളെ കാണിച്ചെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ ഓൾറെഡി എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, അവിടെ അനുമോൾക്ക് ഏറ്റവും എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആ വ്യക്തികളിൽ ഒരാൾ അത് ആദില തന്നെയാണ്. ആദിലെ പോലുള്ളവരെ സൊസൈറ്റിയിൽ നിന്ന് നീക്കി നിർത്തണമെന്ന് പറയുന്നതിന്റെ റീസൺ പറയാം. അപ്പൊ പലരും ചോദിച്ചൊരു കാര്യമാണ്, എന്താണ് LGBTQ കമ്മ്യൂണിറ്റിയിലെ ഈ ക്യൂർ കമ്മ്യൂണിറ്റിയെ നമ്മൾ എതിർക്കുന്നത്? ക്യൂർ എന്ന് പറയുമ്പോൾ ഈ ടേമിലുള്ള ആൾക്കാർ തന്നെയാണ് ഗേ സെക്ഷൻ. ഇതൊക്കെ പ്രശ്നമാണെന്ന് പറയുന്നത് എന്തെന്നറിയാമോ? അവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത് പെണ്ണുങ്ങളാണ്. നമ്മൾ കംഫർട്ടായിട്ട് എവിടെയാണ് ഇരിക്കുക? സ്ത്രീകൾക്കിടയിൽ ഇരിക്കും, വളരെ കംഫർട്ടായിരിക്കും, ഉറങ്ങാനും അവർക്കൊപ്പം കിടക്കും. എന്തുകൊണ്ടാണ് നമ്മൾ മിക്സ് ആയിട്ട് കിടക്കാത്തത്? അത് ഓപ്പോസിറ്റ് ഈ സെക്സുകൾ നമുക്ക് അട്രാക്ഷൻ ഉണ്ടാകും, അതിനകത്ത് എന്തെങ്കിലും ഒരു ട്രബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരു ഉദാഹരണം കുറച്ചുകൂടെ ഓപ്പൺ അപ്പ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, അവർക്ക് നമ്മളോട് ഒരു ആകർഷണം തോന്നിക്കഴിഞ്ഞാൽ രാത്രി ചിലപ്പോൾ അവർ ബലാത്സംഗം ചെയ്യാൻ തയ്യാറാവും. ബലാത്സംഗം പിന്നെ മീൻസ് സെക്ഷൽ ഇന്റർകോഴ്സ് എന്ന് മാത്രമല്ലല്ലോ, നമ്മുടെ പെർമിഷൻ ഇല്ലാതെ നമ്മുടെ ശരീരഭാഗങ്ങളിൽ തൊടുക, നമ്മളെ അവരുടെ സെക്ഷൽ നീഡിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതും ഒരു പ്രശ്നമുള്ള ഒരു കാര്യമാണല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നോർമലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് ലക്ഷ്മി പറഞ്ഞതിനോട് ഞാൻ യോജിച്ച് നിൽക്കുന്നത്. അത് കൃത്യമായി പറഞ്ഞു തരാം. ഇപ്പോൾ ഗേ സെക്ഷനിലുള്ള ഒരു വ്യക്തി ഇരുന്നാൽ അവർ കാണിക്കുന്ന ട്രബിളാണ് അവിടെ ഷാനവാസ് പറയുന്നത്. ഷാനവാസ് നെവിനെ പറ്റി പറയുന്നതാണ് അത്. നെവിനെ നോർമലൈസ് ചെയ്തു കഴിഞ്ഞാൽ നെവിൻ എന്ന വ്യക്തി ചെയ്യാനുള്ളത് ഷാനവാസിനോട് ചെയ്തിരിക്കുന്നു. ആ ചെയ്ത്ത് തന്നെയാണ് ട്രബിൾ ആകുന്നത്. ആണായ ഒരാൾക്ക് പോലും അത് ട്രബിൾ ആകുന്നുണ്ടെങ്കിൽ പെണ്ണായ ഒരാൾക്ക് ട്രബിൾ ആകില്ല എന്ന് ആര് കണ്ടു? ആദിലയ്ക്ക് പ്രശ്നമുണ്ട്, പക്ഷെ നൂറയ്ക്ക് അതില്ല എന്ന് അടിച്ചു പറയുന്നതിന്റെ റീസൺ അതാണ്. ആദില കാരണം ജീവിതം നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് ബോധ്യപ്പെട്ട ഒരു ആളാണ് നൂറ എന്നുള്ളത്. അപ്പം ഈ സെക്ഷുവാലിറ്റിയിലുള്ള ട്രബിൾ മനസ്സിലായി എന്ന് വിചാരിക്കാം. മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം. ഇവരെ നോർമലൈസ് ചെയ്ത് നമ്മുടെ സൊസൈറ്റിയിലേക്ക് ഇറക്കി വിട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഇവർ പ്രവർത്തിക്കും. കാരണം ഇവർക്ക് ആണിനോടും പെണ്ണിനോടുമാണ് അട്രാക്ഷൻ തോന്നുക. ആ അട്രാക്ഷൻ അവരുടെ തന്നെ കമ്മ്യൂണിറ്റിയിൽ അത്തരത്തിൽ ആഗ്രഹമുള്ളവരോടല്ല അവർക്ക് തോന്നുക. സാധാരണ പെൺകുട്ടികളോട് തോന്നും, സാധാരണ ആൺകുട്ടികളോട് തോന്നും. അങ്ങനെയുള്ള രണ്ടുപേരെ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ആദില നൂറ തന്നെ, പെണ്ണ് പ്രശ്നമുള്ളത്. നൂറയുടെ ലൈഫ് അവൾ നശിപ്പിച്ചിട്ടുണ്ട്, തീർത്തു. ആഷി ജാസി അതിനകത്തൊരു വ്യക്തി തീർത്തും ആണാണ്, രണ്ടുപേരും ആണ് തന്നെയാണ്. പക്ഷെ ഒരു വ്യക്തി കാരണം മറ്റൊരു വ്യക്തിയുടെ ജീവിതം നഷ്ടപ്പെട്ടത് കണ്ടില്ലേ? അവരുടെ ഉമ്മ കരയുന്നത് കാണുന്നില്ലേ? സോ ഇത് രണ്ട് എവിഡന്റ് ആയിട്ട് എനിക്ക് മുൻപോട്ട് വെക്കാൻ പറ്റും. ഇനി ഇതേപോലെ ഒരു കാര്യം തന്നെയാണ് അതിനകത്തും നൂറയും ആദിലയും കാണിക്കുന്നത്. നോക്കൂ, അവിടെയുള്ള ബാക്കിയുള്ളവർക്ക് അത് ഷെയിംഫുൾ ആക്ട് ആയിട്ട് തോന്നിയിട്ടായിരിക്കുമല്ലോ ലക്ഷ്മിയൊക്കെ അതിനെ എതിർത്തത്. മസ്താനിയും എതിർക്കുന്നുണ്ട്, അനുമോളും എതിർക്കുന്നുണ്ട്. പക്ഷെ ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ അതിനെ എല്ലാവരും കൂടെ കടിച്ചു കീറി തിന്നും. അതുകൊണ്ടായിരിക്കും അത് മൗനമായിരിക്കുന്നത്. ഒരു പക്ഷെ പുറത്ത് വന്നിട്ട് അവൾ അത് ഓപ്പൺ ആയിട്ട് പറയും. നോർമലൈസ് ചെയ്യാൻ ഒരു കാരണവശാലും സമ്മതിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇത്തരത്തിലുള്ളവർക്കുള്ള ഈ മാനസിക അസുഖം കാരണം ബാക്കിയുള്ളവരുടെ പുറത്തേക്ക് ആ സെക്ഷൽ നീഡുമായിട്ട് ചേരും. എല്ലാം സെക്ഷൽ ആയിട്ട് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ലേ അവിടെ നടന്നത്? എന്തുകൊണ്ട് ഷാനവാസിന് ഒരു ട്രബിൾ ഉണ്ടായി നെവീനെ കൊണ്ട്? നെവീൻ എന്ന വ്യക്തി എന്തിന് അങ്ങനെ ആ രീതിയിൽ അയാളെ ടച്ച് ചെയ്തു? ചുമ്മാ ഒരു ടച്ചൊക്കെ ആണെങ്കിൽ ഷാനവാസ് കംപ്ലൈന്റ് ചെയ്യുമോ? ഇനി ജിസേലുമായിട്ട് ഇയാൾ ഇരിക്കുന്ന ഒരു സെക്ഷൻ എല്ലായിടത്തും ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. അതിനകത്ത് വ്യക്തമാണ് എന്താണ് അയാൾ കാണിക്കുന്നത്. അയാൾക്ക് ജിസേലിന്റെ ഒപ്പം ഇരുന്നപ്പോൾ ഒരു ഇളകിയിരിപ്പുണ്ട്. അതായത് രണ്ട് സെക്സിൻ്റെയും അയാൾക്ക് താല്പര്യമുണ്ട് എന്നുള്ളതാണ്. ഇത് ആഷി ജാസിയിൽ ഒരാൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുമുണ്ട്. അപ്പൊ ഇവര് ഒരു ഡേഞ്ചറസ് പീപ്പിൾ ആണ് എന്നുള്ളതിന്റെ തെളിവാണ് ഈ പറയുന്നത്. ഇത് നോർമലൈസ് ചെയ്തു കഴിഞ്ഞാൽ സാധാരണക്കാരുടെ ജീവിതത്തിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിനെ എതിർക്കുന്നത്. അവരവരുടെ കാർഡ് കൊണ്ട് നിൽക്കട്ടെ. ദെൻ അവർ ട്രാൻസ് ആണെങ്കിൽ അവർക്ക് ആ ഡിസ്റ്റൻസ് ഞങ്ങൾ കൊടുക്കും. നമ്മുടെ സെക്യൂരിറ്റി അല്ലേ ഫസ്റ്റ് തിങ്, നമ്മുടെ സെക്യൂരിറ്റി അല്ലേ മെയിൻ. ആ സെക്യൂരിറ്റി നമ്മൾ നോക്കണം, അതിനുള്ള അവകാശം നമുക്കുണ്ടല്ലോ. അങ്ങനെ നമുക്ക് നമ്മുടെ സെക്യൂരിറ്റി നോക്കാതെ അവർക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മളെ സാക്രിഫൈസ് ചെയ്യണമെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? സോ ഇതാണ് അതിനകത്തുള്ള ഒരു ടിസ് പോയിന്റ്. അത് എല്ലാവർക്കും മനസ്സിലായോ ഇല്ലെന്ന് അറിയത്തില്ല. പലരും ക്യൂർ കമ്മ്യൂണിറ്റി എതിർക്കുന്നു, LGBTQ എതിർക്കുന്നു എന്ന് പറയുന്നു. LGBTQ കമ്മ്യൂണിറ്റിയെ എതിർക്കണമെന്ന് പറയുന്നത്, ഇനി വേണമെങ്കിൽ വേറെ കുറച്ചുകൂടെ മുൻപോട്ട് പോയിട്ട് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ജാസ്മിന്റെയും നമ്മുടെ മറ്റേ അസ്ലാം ആളിയുടെയും തമ്മിലുള്ള ശണ്ട, അതിൽ ഏറ്റവും കൂടുതൽ കളിച്ചത് ഒരു LGBTQ ഉള്ള ഒരു പെണ്ണാണ്, ട്രാൻസ് വിഭാഗത്തിൽപ്പെട്ട ഒരു പെണ്ണാണ്. അവരാണ് അവർക്കിടയിലെ ഏറ്റവും വലിയ ശത്രു. ആക്ച്വലി അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിരുന്നു, ഡീപ്പ് സുഹൃത്തുക്കളായിരുന്നു. ആ സൗഹൃദം തന്നെ നഷ്ടപ്പെടുത്തിയത് അതിന്റെ ഇടയിലേക്ക് വന്ന ട്രാൻസ് പെണ്ണാണ്. ആ പെണ്ണ് എന്താ ചെയ്തതെന്ന് മനസ്സിലാക്കുക, രണ്ടുപേരെയും തമ്മി തല്ലിക്കാനാണ് ശ്രമിച്ചത്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. അവർക്ക് ഭയങ്കരമായ അപകർഷതാബോധവും ഇൻസെക്യൂരിറ്റിയുമാണ്. മറ്റുള്ളവർ നല്ലപോലെ ജീവിക്കുന്നത് കാണുമ്പോൾ തങ്ങൾക്ക് കിട്ടാത്തത് മറ്റൊരാൾക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ അവർക്കുണ്ട്. അതിന്റെ തെളിവാണ്
ജാസ്മിൻ്റെയും അസ്ലാം അലിയുടെയും ലൈഫിൽ നടന്ന ഒരു കാര്യം. ഇതൊക്കെ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു നമ്മുടെ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഇതുപോലെ അനലൈസ് ചെയ്യുന്ന ആരുടെയും ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ഒരു എക്സ്പ്ലനേഷൻ കിട്ടും. സോ തെളിവുകൾ മുന്നിൽ നിൽക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഒരു വിഭാഗത്തിനെ എതിർക്കുന്നതിൻ്റെ മെയിൻ റീസൺ ഇതാണ്. ഇനി നമുക്ക് ആദില നൂറയിലേക്ക് വരാം. അനുമോളുമായിട്ടുള്ള ഒരു ഡിസ്കഷൻ, അതായത് അനുമോൾക്ക് വേണ്ടി അനുമോളെ ഇട്ടുകൊടുത്ത ഒരു പരിപാടിയുണ്ട്. അത് അനുമോൾക്ക് വേണ്ടിയല്ല, അനുമോളെ എങ്ങനെയും അവിടുന്ന് തീർത്ത് കിട്ടുക, അല്ലെങ്കിൽ അനുമോൾക്ക് 2 വാങ്ങിച്ചു കൊടുക്കുക എന്ന ഒരൊറ്റ ഇന്റൻഷനിൽ റിയാസിന് ഇട്ടുകൊടുക്കുകയാണ് ആദില ചെയ്യുന്നത്. പക്ഷേ റിയാസിന് പുറത്തെ കാര്യം അറിയാം, അനുമോൾക്കുള്ള സപ്പോർട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം അധികം എടുക്കാനായിട്ട് റിയാസ് പോയില്ല. കാരണം അങ്ങനെ ഒരു സംസാരം അവിടെ നടന്നു കഴിഞ്ഞാൽ അനുമോള് വീണ്ടും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തുമെന്നുള്ള തിരിച്ചറിവുള്ളത് കൊണ്ട് തന്നെ റിയാസ് അതിൽ മൗനം പാലിക്കുകയാണ് ചെയ്തതെന്ന് തോന്നുന്നു. വലിയ കാര്യങ്ങളൊന്നും പറയാതെ ജസ്റ്റ് ഒരു ടോപ്പിക് എന്ന് ഇട്ടിട്ട് അങ്ങ് പോയി. അതെന്താണെന്ന് പറഞ്ഞാൽ ഡ്രസ്സിലാണ്. ഇപ്പോൾ അനുമോൾ ഒരു കുലസ്ത്രീയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ്. പക്ഷെ എന്നാലും മോഡേൺ ഡ്രസ്സും അവൾ ധരിക്കുന്നുണ്ട്. അവൾ ഇട്ടിരുന്ന ഡ്രസ്സിൽ ഈ ഭാഗത്തൊരു വള്ളി കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും അതിനെ എതിർക്കുന്നത് കണ്ടിട്ടുണ്ട്. ജിസേൽ ഇട്ട വസ്ത്രമാണ് നിങ്ങൾ ഈ കാണുന്നത്. ആ തിരിഞ്ഞു നിൽക്കുന്നത് ജിസേലാണ്. ലെഗിൻസ് എന്നാണ് പറയുന്നത്. ഇത് എല്ലാ ഭാഗവും കൃത്യമായി കാണുന്ന രീതിയിൽ ലെഗിൻസ് ഇടുന്നത് അത് ഇടാതിരിക്കുന്നത് ഒരുപോലെയാണ്. ആളുകൾക്ക് അത് കാണുമ്പോൾ തുണിയില്ലാ നടക്കുന്നതായിട്ട് തന്നെ ഫീൽ ചെയ്യും. ഇത്തരത്തിൽ അവിടെ ജിസേലാണ് ഏറ്റവും മോശപ്പെട്ട രീതിയിലുള്ള വസ്ത്രധാരണം നടത്തുന്നത്. ഒബിയസ്ലി നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അനുമോളും ജിസേലും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടാവും. ആ ഫൈറ്റിൽ അനുമോൾക്ക് ഒരു പോയിന്റ് കിട്ടിയാൽ പോലും വിടത്തില്ല ജിസേലിനെ അടിക്കാനായിട്ട്. അപ്പോൾ ജിസേൽ കാണിക്കുന്ന ഈ ഒരു കാര്യം പബ്ലിക്കിൽ കൊടുക്കുക എന്നുള്ള രീതിയിൽ ഒരു പ്രാവശ്യം ആദിലെ ഉൾപ്പെടെയുള്ള കുറച്ച് പേരിരിക്കുന്ന സംഘത്തിലേക്ക് അനുമോൾ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട്, അതെ ഈ ഡ്രസ്സ് ഭയങ്കര കുഴപ്പമാണ് എന്നുള്ള ടേമിൽ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ഡെപ്ത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷെ ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, ഈ മോഡേൺ ഡ്രസ്സുകൾ എനിക്കത്ര ഓക്കെ അല്ല എന്ന്. ആ മോഡേൺ എന്ന് പറയുന്നത് ഈ നാഗരികതം തലയിൽ കയറി ഉണ്ടാക്കുന്ന ഒരുതരം ഡ്രസ്സുകൾ എന്ന രീതിയിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഇത് വൾഗറായിട്ട് തന്നെയാണ് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത്, അനുമോൾക്ക് മാത്രമല്ല. ഞാൻ പറയട്ടെ, ഇത് ഇത്രയും പേര് കാണുന്ന ഒരു ഷോ, പ്രത്യേകിച്ച് ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇതിൽ 23-32% വരുന്നത് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയാണ്. അവർ ഈ ഡ്രസ്സിന്റെ കാര്യത്തിൽ വളരെ വിജിലന്റ് ആയ ആൾക്കാരാണ്. അത്രയും ആൾക്കാർ ഇത് കാണാനിരിക്കില്ല എന്നുള്ളൊരു ബോധം ഇതിന്റെ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നവർക്കില്ല. അവർക്കത് മനസ്സിലാവുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഡ്രസ് കോഡുകൾ ഇട്ടുകൊണ്ട് കടന്നാൽ അവരത് ഒരിക്കലും TV ഓൺ ചെയ്ത് വെച്ച് കാണില്ല. കാരണം അവരുടെ വീട്ടിൽ അത് അലൗഡ് ചെയ്യത്തില്ല. അപ്പോൾ അവരെയും ആ ഓഡിയൻസിനെയും കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു കൺസേൺ വെക്കണ്ടേ. അത് മാത്രവുമല്ല, ഒരു കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. നമ്മുടെ വീട്ടിൽ നമ്മൾ കംഫർട്ടായിട്ടുള്ള ഡ്രസ്സുകൾ ഇടും. അത് കുറെ ഇടും, ചിലപ്പോൾ ഇടാതെയും നടക്കും. അതൊക്കെ നമ്മുടെ തോന്നിവാസം തന്നെയാണ്. അതിനകത്തൊന്നും ആരും ഒന്നും പറയണ്ട. നമ്മുടെ സ്വന്തം വീടാണ്, നമ്മുടെ വീട്ടുകാരാണ്, അതിനകത്തൊരു പ്രശ്നമില്ല. പക്ഷേ നമ്മൾ ഇത്രയും പേര് കാണുന്ന ഒരു ഷോ, അതിലും 75ഓളം വരുന്ന ക്യാമറകൾക്കിടയിലാണ് നമ്മളെന്നുള്ള ബോധ്യം ഇവർക്കില്ലേ? ശരി, അതിനകത്ത് കയറുമ്പോൾ നമുക്കത് മറന്നു പോകുന്നു, ക്യാമറ ഉണ്ടെന്നുള്ളത് മറന്നു പോകുന്നു. പക്ഷെ പുറത്തുനിന്ന് നമ്മൾ അകത്തേക്ക് സാധനം വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ, അതിനകത്തേക്ക് നമ്മൾ പോകുന്നത് ഈ ഒരു ഷോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനാണ്. ആ ഷോയ്ക്കകത്ത് നമ്മൾ എപ്പോഴും വിജിലൻ്റ് ആയിരിക്കേണ്ട ഒരു അവസ്ഥയുണ്ടെന്ന്. അതിനകത്തേക്ക് പോകുമ്പോൾ വാങ്ങുന്ന ഡ്രസ്സ്, ഇതൊക്കെ വാങ്ങിയതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? ജിസേൽ എന്ന വ്യക്തി ഓൾമോസ്റ്റ് ഇത്തരം വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിന് ഒരൊറ്റ റീസണേ ഉള്ളൂ, അവിടെയുള്ള ആണുങ്ങളെ അട്രാക്ട് ചെയ്ത് വലയിലാക്കുക. പ്രത്യേകിച്ച് ഒരു ഗെയിമോ വാഴയോ ഇല്ല. ഒരു കോൺഫിഡൻസും ഇല്ലാത്തൊരു സ്ത്രീയാണ് ജിസേൽ എന്ന് ഞാൻ പറയും. എന്തുകൊണ്ടെന്നാൽ ഈ നമ്മൾ അത്യാവശ്യം സൗന്ദര്യമൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് വെക്കുന്ന ബ്യൂട്ടി ടിപ്സ്, ബ്യൂട്ടി ബ്ലോഗർ അല്ലെങ്കിൽ ബ്യൂട്ടിയെ ബേസ് ചെയ്തിട്ട് നിൽക്കുന്നവരൊക്കെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, കോൺഫിഡൻസ് കുറയുമ്പോഴാണ് അവർ അതിനൊക്കെ കുറിച്ച് കൺസേൺ ചെയ്യുന്നത്. കോൺഫിഡൻസ് ഉള്ളവർ അവരവരിൽ തന്നെ വിശ്വസിക്കും. അവരധികം അതിനകത്തൊന്നും വലിയ കൺസേൺ ഒന്നും കൊടുക്കത്തില്ല. ഈ ആഭരണങ്ങളിൽ ബ്യൂട്ടി ഇതിലൊക്കെ കൺസേൺ കൊടുക്കുന്നവർക്കൊക്കെ സ്വന്തമായിട്ട് കോൺഫിഡൻസ് കുറഞ്ഞവിടെ ആയിരിക്കാനാണ് ചാൻസ്. അപ്പോൾ ഈ ജിസേൽ ഓവറാണ് അതിനകത്ത്. അപ്പോൾ അവൾക്ക് അതില്ലാതെ വരുമ്പോൾ അവളുടെ കോൺഫിഡൻസ് ലെവൽ 0യിലേക്ക് പോകുന്നതുകൊണ്ടാണ് അവൾ അതിന് വേണ്ടിയിട്ട് അവിടെ ഫൈറ്റ് ചെയ്യുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും അവൾ കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ആ ഡ്രസ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അനു പറഞ്ഞ ഒരു കാര്യത്തിനെ ആദില റിയാസിന് ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അത് നമ്മൾ ശ്രദ്ധിച്ചിരുന്നെങ്കിലും ഇന്ന് റിയാസിൻ്റെ അടുത്ത് ഞാൻ അവളെ ഇട്ടുകൊടുത്തു എന്ന് ആദില പറയുമ്പോൾ ഷോക്കായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കട്ടപ്പമൊന്നുമല്ല, അവൾ യഥാർത്ഥ ശകുനിയാണ്. ആദിലയാണ് അവിടുത്തെ ഏറ്റവും വലിയ കള്ളി എന്ന് പറയും. ആദിലയ്ക്ക് എന്താണെന്ന് അറിയാമോ? താൻ എന്ന വ്യക്തി ചെയ്യുന്ന എല്ലാ കള്ളത്തരവും മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കേണ്ടി വരും. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് സോഷ്യോപാത്ത്. സൊസൈറ്റിയിൽ നമ്മൾ വളരെ സോഷ്യലായിട്ട് ഇടപഴകുകയും മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ ഭയങ്കര സമ്പൂർണ്ണ സമ്മതൻ എന്നൊരു പേരുണ്ടാക്കിയെടുക്കുകയും ചെയ്യും. എന്നാൽ മറ്റുള്ളവർ ജീവിക്കുന്നതോ സ്വസ്ഥമായിട്ട് പോകുന്നതോ ഒന്നും സഹിക്കാൻ വയ്യാത്ത ഒരു പ്രത്യേകതരം സോഷ്യോപാത്താണ്. അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അവരെ തമ്മിൽ തല്ലിപ്പിക്കുകയും ഒക്കെ ചെയ്ത ശേഷം തൻ്റെ കാര്യം നേടിയെടുക്കുന്ന ഒരു പ്രത്യേക വിഭാഗത്തിനെ സോഷ്യോപാത്ത് എന്ന് പറയാം. ഇതിനേക്കാളും കൂടുതൽ ഡെഫിനേഷൻ പറയാൻ പറ്റും. എനിക്ക് ഇത്രയൊക്കെ പറയാൻ ഇതിനകത്ത് അറിയുള്ളൂ, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഈ സോഷ്യോപാത്തായിട്ട്
ആയിട്ടാണ് എനിക്ക് ആദില അതിനകത്ത് മനസ്സിലായത്. ആദില ചെയ്ത ചെയ്യത്തിന്റെ കൂടുതലാണ് നൂറ എന്ന പെൺകുട്ടിയും അവരുടെ കുടുംബവും അനുഭവിക്കുന്ന മാനക്കേടും അതിലുൾപ്പെടെ ആ പെൺകുട്ടിയുടെ ലൈഫ് തന്നെ നഷ്ടപ്പെട്ടിട്ടും ഉള്ളത്. ഇനി ആദില എന്ന വ്യക്തിക്ക് അവിടെ നിലനിൽക്കാൻ, അല്ലെങ്കിൽ നൂറയ്ക്കാണ് അവിടെ ക്യാരക്ടർ റോളൊക്കെ കിട്ടുന്നതും നൂറയാണ് അവിടെ നിർത്താനായിട്ട് ബിഗ് ബോസ് ആഗ്രഹിക്കുന്നത്. ആദില ടോക്സിക് ആണ്, ആദില ഭയങ്കര പ്രശ്നക്കാരിയാണ്. അവൾ അവിടെ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നൂറ ഒരുപക്ഷെ നന്നായി കളിക്കാനും ചാൻസ് ഉണ്ട്. നൂറ മറ്റുള്ളവരുമായി കൂടുതൽ ഇടപഴകുകയും ചെയ്യാൻ ചാൻസ് ഉണ്ട്. ചില നീതി നിഷേധങ്ങൾ ആദില കാണിക്കുമ്പോൾ അതിനെതിരെ ചോദ്യം ചെയ്യുന്നത് നൂറയാണ്. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഈ ആദില കടിച്ചു തൂങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ആദിലയുടെ യഥാർത്ഥ മുഖം കാണിക്കാനായിരിക്കും ഒരു പക്ഷേ ഈ ഒരു സംഭാഷണം ബിഗ് ബോസ് പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. അത് ശരിയാണെന്ന് തോന്നിയത് കൊണ്ടാണ് ആ ടോപ്പിക്ക് തന്നെ ഞാൻ എടുക്കുന്നത്. അനുമോളെ ടാർഗറ്റ് ചെയ്യാതിരുന്നത് റിയാസ് പുറത്ത് അനുമോൾക്കുള്ള അക്സെപ്റ്റൻസ് അറിഞ്ഞത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ വസ്ത്ര വിഷയത്തിൽ അനുമോളെ ടാർഗറ്റ് ചെയ്യുമായിരുന്നു. അരയും കുറയും ഇട്ടുകൊണ്ട് ആദില നടക്കുന്നത് കാണുന്നില്ലേ? എന്തടിസ്ഥാനത്തിലാണ് മനസ്സിലാകുന്നില്ല. ഇപ്പൊ ഡ്രസ്സിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് ഇത്രയും പെർസെൻറ്റേജ് ആയിട്ട് ഒരു വിഭാഗത്തിലുള്ള മനുഷ്യരാണ്. അവരിത് കാണണ്ട എന്നാണെങ്കിൽ ആ രീതിയിലുള്ള ഡ്രസ്സുകൾ ഇടാം. ഒരു പരിധി വരെയൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ ഇത് ഓവറാണ്, എക്സ്ട്രീം ലെവൽ ഓവറാണ്. പ്രത്യേകിച്ച് നമ്മൾ ഫാമിലി ഓഡിയൻസിനെയാണ് കൺസേൺ ചെയ്യുന്നതെങ്കിൽ, വീട്ടിലെ ടി വിയിലേക്ക് ഇത് വരണമെന്നുണ്ടെങ്കിൽ 100% അതിനകത്ത് കുറച്ച് കൺസേൺ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. സ്വാതന്ത്ര്യമാണ്, ഓരോ വസ്ത്രം ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. അതേപോലെ കാണുന്നവനിക്ക് ഒരു സ്വാതന്ത്ര്യമുണ്ട്, ഇന്നതേ കാണാവൂ എന്നുള്ളതുകൊണ്ട്. അവിടെ ഒരു സ്വിമ്മിംഗ് പൂളോ മറ്റോ ഉണ്ടായിരുന്നെങ്കിൽ തകർത്തന്നെ ഇവളുമാരെല്ലാം അതിനകത്ത് അരയും കുറേ ഇട്ടുകൊണ്ട് ചാടുമായിരുന്നു. അതില്ലാതാക്കിയത് നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക്